ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അർജന്റീൻ താരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് അപ്ഡേറ്റുകൾ പുതിയതായിക്കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഓരോന്നായിക്കൊണ്ട് പരിശോധിക്കാം. ഒന്നാമത്തെ താരം അത് നിക്കോ ഗോൺസാലസ് ആണ്. അർജന്റീൻ താരമായ ഇദ്ദേഹം നിലവിൽ ലോൺ അടിസ്ഥാനത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. താരത്തിന് കഴിഞ്ഞ ദിവസം പരിക്കേറ്റിട്ടുണ്ട്. 3 ആഴ്ച താരം പുറത്തിരിക്കേണ്ടി വരും. യുവന്റസിൽ നിന്നാണ് ഇദ്ദേഹം ലോൺ അടിസ്ഥാനത്തിൽ അത്ലറ്റിക്കോയിൽ എത്തിയത്. നിലവിൽ അദ്ദേഹത്തെ സ്ഥിരപ്പെടുത്താൻ അത്ലറ്റിക്കോ ഉദ്ദേശിക്കുന്നില്ല. യുവന്റസ് താരത്തിന്റെ വില കുറക്കുകയാണെങ്കിൽ മാത്രമാണ് ഇതേക്കുറിച്ച് അത്ലറ്റിക്കോ ചിന്തിക്കുകയുള്ളൂ എന്നാണ് ഫാബ്രിസിയോ റൊമാനോ ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ താരം അത് ഫ്രാങ്കോ മസ്റ്റാൻഡുവാനോ. നിലവിൽ റയലിനകത്ത് തുടരാൻ തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. പക്ഷേ റിവർ പ്ലേറ്റിലേക്ക് മടങ്ങാനുള്ള അവസരം ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അത് ഉപയോഗപ്പെടുത്തും. ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ട് ഒരുപാട് കാലം റയലിൽ തുടരാൻ കഴിയില്ല എന്ന ഒരു യാഥാർത്ഥ്യം അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. കാരണം വേണ്ടത്ര അവസരങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. നല്ല വിമർശനങ്ങളും ഫ്രാങ്കോ മസ്റ്റാൻഡുവാനോക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇനി മൂന്നാമത്തെ താരം അത് എൻസോ ഫെർണാണ്ടസ് ആണ്. താരം ക്ലബ്ബ് വിടും എന്നുള്ള റൂമറുകൾ നേരത്തെ പ്രചരിച്ചിരുന്നു. ചെൽസിയിൽ തുടരാൻ താരം ഒരുക്കമാണ്. എന്നാൽ 1-2 നിബന്ധനകൾ അദ്ദേഹത്തിനുണ്ട്. തൻ്റെ സാലറി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പുതിയ ഒരു കോൺട്രാക്റ്റ് അദ്ദേഹത്തിന് വേണം. മാത്രമല്ല എക്സ്പീരിയൻസ് ഉള്ള നല്ല മികച്ച താരങ്ങളെ ചെൽസി കൊണ്ടുവരികയും വേണം. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടീഷൻസ് ആയി കൊണ്ടുവരുന്നത്. നാലാമത്തെ താരം അത് ക്രിസ്ത്യൻ റൊമേറോയാണ്. വരുന്ന സമ്മറിൽ ഈ അർജന്റീൻ താരം ടോട്ടൻഹാം വിടും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ്. ബാഴ്സക്ക് ഡിഫൻസിലേക്ക് ഒരു താരത്തെ ആവശ്യമുണ്ട്. ബാസ്റ്റോണിക്കാണ് അവർ പ്രയോറിറ്റി നൽകുന്നത്. പക്ഷെ താരത്തെ ലഭിച്ചിട്ടില്ലെങ്കിൽ ബാക്കപ്പ് ഓപ്ഷൻ ആയിക്കൊണ്ട് ക്രിസ്ത്യൻ റൊമേറോയെ അവർ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ടോട്ടൻഹാം വലിയ തുക ആവശ്യപ്പെട്ടാൽ അത് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഇനി അഞ്ചാമത്തേത് ഹൂലിയൻ ആൽവരസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. താരത്തിന്റെ ട്രാൻസ്ഫർ റൂമറുകളെ കുറിച്ച് ഡിയേഗോ സിമിയോണി ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. ഹൂലിയനെ പോലെയുള്ള ഒരു അസാധാരണ താരത്തിന് വേണ്ടി ബാഴ്സയും PSG-യും ആഴ്സണലും ശ്രമിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് എന്നാണ് ഈ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ 3 ക്ലബ്ബുകളും താരത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള കാര്യം ഈ പരിശീലകൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബാഴ്സക്ക് വലിയ താല്പര്യമുള്ള താരമാണ് ഹൂലിയൻ ആൽവരസ്. പക്ഷെ വലിയ ഒരു തുക അത്ലറ്റിക്കോ ആവശ്യപ്പെടാനുള്ള ഒരുക്കത്തിലാണ്. അത് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയാവുന്നതിലും അപ്പുറമായിരിക്കും. അതുകൊണ്ട് തന്നെ ബാക്കപ്പ് ഓപ്ഷനുകളെയും ഇപ്പോൾ FC ബാഴ്സലോണ പരിഗണിക്കുന്നുണ്ട്. ഏതായാലും ഇത്രയും അപ്ഡേറ്റുകളാണ് അർജന്റീന താരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.